ഏതാണ്ട് 90-കൾ മുതൽ മംഗലാപുരം ഒരു കമ്മ്യൂണൽ ഹോട്ട് ബെഡായി മാറിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഹിന്ദുത്വ ലബോറട്ടറി എന്നാണ് അത് അറിയപ്പെടുന്നത്. വളരെ സങ്കടകരമാണ് കാര്യങ്ങൾ. കൊല, പകരം കൊല, കൊല, പകരം കൊല എന്ന് പറയുന്നത് ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ പ്രചാരണം അത് തുടങ്ങുന്നത് മംഗലാപുരത്തു നിന്നാണ്. 2003 മുതൽ 2009 വരെ അവിടെ ആ കാലഘട്ടത്തിൽ 20 സ്ത്രീകൾ കാണാതായൊരു പ്രശ്നമുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് പല സമയങ്ങളിൽ സ്ത്രീകളെ കാണാതാവും. അത് ലവ് ജിഹാദാണ്. ലവ് ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയതാണ് വലിയ പ്രചാരണം നടന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പോലീസ് അന്വേഷിക്കുന്നു. ഒടുവിലാണ് 2009 ഒരു മോഹനൻ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. സയനൈഡ് മോഹനൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ഈ മനുഷ്യൻ ഈ യുവതികളെ, അതിൽ 4 മലയാളി പെൺകുട്ടികളുണ്ട്, അത് മനസ്സിലാക്കണം. ഈ പെൺകുട്ടികളെ, യുവതികളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗപ്പെടുത്തി സയനൈഡ് നൽകി കൊല്ലുക എന്ന് പറയുന്നത്. സ്കൂൾ അധ്യാപനം കൂടിയായിരുന്നു, കായിക അധ്യാപകനായിരുന്നു. പക്ഷേ 2003 തുടങ്ങിയ പരിപാടിയാണ്. 2009 ഇയാളെ പിടിക്കുന്നത്. ഇപ്പോൾ 16 കേസുകൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. 3-4 വിചാരണ പൂർത്തിയായി വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഈ കാലത്ത് ഈ അപ്രത്യക്ഷമാകേണ്ടത് ഇതെല്ലാം ഹിന്ദു യുവതികളാണ്. ഇവർ അപ്രത്യക്ഷമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വർഗീയ പ്രചാരണം, നമ്മുടെ കുട്ടികളെല്ലാം ഇവന്മാരെ തട്ടിക്കൊണ്ടുപോവുകയാണ്, ലവ് ജിഹാദാണ് അവിടെ നടന്നത്. അപ്പോൾ ഈ നിലയ്ക്ക് വർഗീയ പ്രചാരണവും വിദ്വേഷ പ്രസംഗങ്ങളുടെയും ഒരു ഹോട്ട് ബെഡാണത്. അതിലൊരു സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ മംഗലാപുരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായൊരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. എല്ലാ മതവിഭാഗങ്ങളും, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും താമസിക്കുന്ന സ്ഥലമാണ്. കർണാടകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഹബ്ബാണ്, പോർട്ട് സിറ്റിയാണ്, വിദ്യാഭ്യാസ നഗരമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിദ്യാർത്ഥികൾ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു നഗരം, ഒരു എക്കണോമിക് പവർ ഹൗസ് ആകേണ്ട ഒരു നഗരം ഇത്രയും കലുഷമായ അന്തരീക്ഷത്തിലൂടെ പോകുന്നു എന്നുള്ള സങ്കടകരമായുള്ള കാര്യം.